യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനമുണർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനമുണർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. നിയമോധന പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് നമ്മുടെ ഉപജീവന മാർഗങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തോട് കൂടെ പോവുകയാണെങ്കിൽ നിയമോധന 28:11 നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും. വചനം അനുഗ്രഹിച്ച, വചനം പാലിച്ചാൽ ദൈവം സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. മനുഷ്യന്റെ ആഗ്രഹവും പ്രയത്നവും അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കണം. സംഗീതം 127:1 കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. എങ്കിൽ നമ്മൾ അധ്വാനിച്ചാൽ നമ്മൾ വിതയ്ക്കുന്ന വിത്തിന് വിളവ് നൽകുന്നത് കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അധ്വാനിച്ചാൽ അതിന് പ്രതിഫലം തരുന്ന കർത്താവാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളെപ്പോലെ അധ്വാനിച്ച അനേകർക്ക് അതിന് പ്രതിഫലം കിട്ടിയിട്ടില്ല. ഒരേ കൃഷി ഇറക്കുന്ന അനേകർക്ക് ഒരേ വിളവ് കിട്ടിയിട്ടില്ല. ഒരേ ജോലിക്ക് പോയ അനേകർക്ക് ഒരേപോലെ അഭിവൃദ്ധി ആയിട്ടില്ല. എങ്കിൽ നമ്മുടെ അധ്വാനം അല്ല പ്രധാനപ്പെട്ടത്, അത് വേണം. പക്ഷേ അതിനപ്പുറത്ത് ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ പരിപാലനയാണ് പ്രിയപ്പെട്ട തിരിച്ചറിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലേവ്യരുടെ പുസ്തകത്തിൽ 26:4 കർത്താവ് പറയുന്നു, വചനം പാലിച്ചാൽ അനുഗ്രഹമുണ്ട്, കൃഷി മേഖലയിൽ അഭിവൃദ്ധിയുണ്ട്. ലേവ്യർ 26:4 ഭൂമി വിളവുകൾ വർദ്ധിപ്പിക്കുകയും വൃക്ഷങ്ങൾ ഫലം നൽകുകയും ചെയ്യും. ഹല്ലേലൂയ. നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പന പാലിച്ച് വചനം ശ്രവിച്ച് നീ ദൈവത്തെ ആദരിച്ചാൽ എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും എന്ന വചനപ്രകാരം ഭൂമി വിളവ് നൽകും, വൃക്ഷങ്ങൾ ഫലം ചൊരിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കർത്താവിന്റെ വാഗ്ദാനമാണ്. അവിടുത്തെ വാക്ക് നിറവേറുക തന്നെ ചെയ്യും. പക്ഷേ വചനം പാലിക്കാതെ സ്വന്തം വഴിയെ നടന്നാൽ, സ്വന്തം താല്പര്യം അന്വേഷിച്ച് നടന്നാൽ, ആമോസ് 4 പറയുന്ന പോലെ കൃഷിയിടങ്ങൾ ഉണക്കുന്ന കാറ്റ് വീഴ്ച, പൂപ്പൽ രോഗങ്ങൾ, തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഫലശൂന്യമാക്കും. അത് ദൈവത്തിന്റെ കരുണ തന്നെയാണ്. തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ കുടുംബങ്ങളിൽ രോഗം ഒരു പ്രശ്നമായിരുന്നെങ്കിൽ, സമ്പത്ത് ഒരു പ്രശ്നമായിരുന്നെങ്കിൽ, ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ആത്മീയ ശുശ്രൂഷ മേഖല അനുഭവം വെച്ച് ഇന്ന് അനേകം കുടുംബത്തിലെ പ്രശ്നം രോഗമല്ല, സമ്പത്തല്ല, മറിച്ച് അവരുടെ പ്രശ്നം കുടുംബത്തിൽ മക്കളുടെ ദുർനടപ്പാണ്. അപ്പനെയും അമ്മയും അനുസരിക്കാത്ത മക്കള്, ലോകത്തിന്റെ വഴിയെ പോകുന്ന മക്കള്. ഒരിക്കൽ ഒരമ്മ സങ്കടത്തോടെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, എൻ്റെ മോള് എൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ നിന്നെ ഞാൻ കെട്ടിച്ചയക്കില്ല. ഞെട്ടിപ്പോയി. സാധാരണ അമ്മമാരൊക്കെ മക്കളെ കല്യാണം ഇറക്കാൻ വേണ്ടി തടസ്സം മാറാൻ വേണ്ടി അമ്മച്ചി പറയാ, നിന്നെ ഞാൻ കെട്ടിച്ചയക്കില്ല. അത് കാര്യം ചോദിച്ചപ്പോൾ രാത്രി മുഴുവൻ ഇരുന്ന് സീരിയൽ കാണുകയാണ്. 8 മണി 9 മണി 10 മണി 12 മണി 3 മണി 4 മണി വരെ രാത്രി മുഴുവൻ സീരിയൽ കാണുക. എഴുന്നേൽക്കുമ്പോൾ 10 മണിയാകും. ഒരു ദിവസം 3 മണിക്ക് അമ്മ പോയി TV ഓഫാക്കിയപ്പോൾ മകള് വന്ന് അമ്മനെ വട്ടം പിടിച്ചു, ആന തുമ്പിക്ക് വേണ്ടി തടിയെടുക്കുന്ന പോലെ. എന്നിട്ടാണ് വലിച്ചെറിയാൻ വേണ്ടി പോയി. അമ്മയ്ക്ക് പേടി തട്ടി. എന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, ഇനി ഇവളുടെ കൂടെ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാൻ എനിക്ക് പേടിയാ. യുവാക്കളെ പിടിച്ചുകൊണ്ടുപോയി. ഇന്ന് ഒത്തിരി പ്രൊഫഷണൽ കോളേജുകൾ നമുക്കുണ്ട്, ഒത്തിരി സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. പക്ഷേ പാസ്സാകുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ ഓരോ വർഷം ബാക്കായിക്കൊണ്ടിരിക്കുക. ഒരിക്കലും പ്രൊഫസർ പറഞ്ഞു, അച്ഛാ, എഞ്ചിനീയറിംഗ് മേഖലയിൽ പഠിക്കുന്നതിൽ 70% പിള്ളേർ തോറ്റ് പിന്നോട്ട് മാറുക, പഠിച്ചിട്ട് പുറത്തിട്ട് മുന്നോട്ട് പോകുന്നില്ല.
വർഷങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, പക്ഷേ കോഴ്സുകൾ പൂർത്തിയാകാതെ നടക്കുക. എഞ്ചിനീയറിംഗിൽ പോകുന്നവർ ബുദ്ധിയുള്ളവരാണോ ബുദ്ധി ഇല്ലാത്തവരാണോ? ഇന്നലെ സാബുബോധർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, കരുണ ആരംഭിക്കുന്നത് കുടുംബത്തിലാണെന്ന്. ഫാത്തിമയിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ട സിസ്റ്റർ ലൂസി അവസാന നാളുകളിൽ അവിടുത്തെ കർദിനാളിനോട് മരണത്തിന് മുമ്പ് പറഞ്ഞു, ഇതാ കർത്താവ് കൊടുത്തൊരു വെളിപ്പെടുത്തലുണ്ട്, അവസാനത്തെ യുദ്ധം ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ ആയിരിക്കുകയില്ല, മറിച്ച് അത് കുടുംബങ്ങളെ തകർക്കാൻ വേണ്ടിയാണ് പിശാച് ഇറങ്ങിത്തിരിക്കുന്നതെന്ന്. അപ്പനും അമ്മയും തമ്മിൽ യുദ്ധം, അപ്പനും മക്കളും തമ്മിൽ യുദ്ധം, കുടുംബത്തിൽ സ്നേഹമില്ല, കുടുംബം ശിഥിലീകരിക്കപ്പെടും. യൂറോപ്യൻ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും ചില അച്ഛന്മാർ പറഞ്ഞു, അവർ കുടുംബ സന്ദർശനത്തിന് പോകുമ്പോൾ അവിടെ പരിചയപ്പെടുന്നത് ഇങ്ങനെയാണ്, അത് അവളുടെ കൊച്ചുങ്ങള്, ഇത് എൻ്റെ കൊച്ചുങ്ങള്, അത് ഞങ്ങളുടെ കൊച്ചുങ്ങള്. കുടുംബം തകർന്ന യൂറോപ്പിൽ പിന്നെ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ദൈവത്തെ ആരാധിക്കുന്ന സമൂഹത്തിൽ, കർത്താവിൽ വിശ്വാസം അറിയുന്ന സമൂഹത്തിൽ കർത്താവ് എന്ത് നൽകും? പുറപ്പാടിന്റെ പുസ്തകം 23:25. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും. രോഗം നിർമാർജനം ചെയ്യും എന്ന് കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ രോഗം നിർമാർജനം ചെയ്യപ്പെടും എന്ന് തന്നെ കർത്താവ് പറയാണ്. ഹല്ലേലൂയ. സഹനത്തിനായി, വിശുദ്ധീകരണത്തിനായി അൽഫോൻസാമയ്ക്കും വിശുദ്ധരും കർത്താവ് കൊടുത്തതുപോലത്തെ ചില ഞെരുക്കങ്ങൾ അത് മാറ്റിവെക്കാം. അത് നിത്യജീവന് വേണ്ടി നമ്മൾ ഒരുക്കാനുള്ള സഹനത്തിന്റെ വഴികളാണ്. ഹല്ലേലൂയ. അതല്ലാതെ രോഗങ്ങളെ കുറിച്ച് കർത്താവ് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് ആരാധിക്കുമ്പോൾ രോഗം നിർമാർജനം ചെയ്യപ്പെടും. അതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാധിക്കുന്ന സമൂഹത്തിൽ കർത്താവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയെ കർത്താവ് ഇറങ്ങി വരും, രോഗം നിർമാർജനം ചെയ്യപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാലാമത്തെ അടയാളം കർത്താവ് പറയാണ്, എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നില്ല. ആരോഗ്യം ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ, ശക്തി ദൈവത്തിൻ്റെ കാരുണ്യമാണെങ്കിൽ, കർത്താവ് പറയുന്നു ചില അടയാളമാണ്, ചില സൂചനയാണ് തിരിച്ചു വരാൻ രോഗം, കഷ്ടപ്പാട്. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നില്ല. ഹല്ലേലൂയ. രണ്ട് ഹല്ലേലൂയ ഉറക്കെ പറയാം. ശക്തിയോടെ, സർവശക്തിയോടെ. അടുത്തൊരു കൈ കൊടുത്ത് ഇങ്ങനെ പറയാം, തിരിച്ചു വരാൻ ഈശോ വിളിക്കുന്നു. ഉറക്കെ പറയാം, തിരിച്ചു വരാൻ ഈശോ വിളിക്കുന്നു. ഒന്നും കൂടെ പറയാം. അതേസമയം ലേവ്യരുടെ പുസ്തകം 26 വചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ദൈവത്തിന്റെ വചനം അനുസരിച്ച് പോകുന്ന ദേശത്ത്, കർത്താവിനോട് കൂടെ നടക്കുന്ന ദേശത്ത് കർത്താവ് സമാധാനം നൽകും. 26:6 ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. ഈശോ തന്റെ പരസ്യജീവിതകാലത്ത് അപ്പസ്തോലന്മാരെ പറഞ്ഞയച്ചപ്പോൾ ആദ്യം അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു ഭവനത്തിൽ ചെന്നാൽ അവിടെ ആദ്യം ആശംസിക്കേണ്ടത് സമാധാനം ആശംസിക്കണം. ഹല്ലേലൂയ. 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 സമാധാനത്തിന്റെ ദൂത് അവിടെ ഉണ്ടെങ്കിൽ അത് അവിടെ പ്രവേശിക്കും, അതല്ലെങ്കിൽ അത് തിരികെ നിങ്ങളിലേക്ക് തിരിച്ചു പോരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 23-ാം ദൈവസ്ഥ കൺവെൻഷനിൽ കർത്താവിന്റെ ദൂത്, കർത്താവിന്റെ സുവിശേഷം ഇവിടെ പ്രഘോഷിക്കപ്പെടുമ്പോൾ അത് സ്വീകരിക്കാനും മാത്രം തുറവിയുള്ള ഹൃദയം ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ആ സുവിശേഷത്തിന്റെ ചൈതന്യം, ശുശ്രൂഷയുടെ കൃപ ആ ജീവിതങ്ങളിൽ വ്യാപരിക്കും, അതല്ലെങ്കിൽ അത് തിരികെ പോകും. കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും, നിങ്ങൾ സൗര്യമായി വസിക്കും. അത് കുടുംബത്തിലായിരിക്കാം, ജോലി മേഖലയായിരിക്കാം, ശുശ്രൂഷ മേഖലയായിരിക്കാം, ദേശത്തായിരിക്കാം, നിങ്ങൾ സൗര്യമായി വസിക്കും. ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഹല്ലേലൂയ. ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. അതാ ചെന്നത് പറഞ്ഞത്. കർത്താവ് മോശയോട് പറഞ്ഞു, ഇസ്രായേൽ മക്കളോട് പറയുക, ഞാൻ കർത്താവാണ്. ഈജിപ്തുകാർ ചുമത്തിയ നുകം മാറ്റി, ഭാരം മാറ്റി, ഞാൻ നിങ്ങളെ വിടുവിക്കും. ഹല്ലേലൂയ. കർത്താവ് സംരക്ഷിക്കുന്നിടത്ത് ലോകത്തിന്റെ ശക്തികൾക്ക് ഒന്നിനും അധികാരം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലം പതിക്കുകയില്ല. ഹല്ലേലൂയ. ഒരു പറവ വീഴുന്നതിനെ പോലും ശ്രദ്ധിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എല്ലാ ദൈവമക്കളെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വചനമാണിത്.
എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിന്റെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല. ഹല്ലേലൂയ. അച്ചോർക്കാണ് കൺവെൻഷൻ നടക്കുമ്പോൾ അവിടെയുള്ള ഒരു നല്ല പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റർ ആ ദേശത്തെ വലിയൊരു മുതലാളിയുടെ മകനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. 17-18 വയസ്സുള്ളൂ. പക്ഷേ ക്യാൻസർ അവന് 3rd or 4th സ്റ്റേജായി. എന്നിട്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി സിസ്റ്റർ കൊണ്ടുവന്നത് എങ്ങനെയൊന്ന് കുമ്പസാരിപ്പിച്ച് ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവൻ്റെ ഹൃദയം ഇപ്പോഴും കഠിനമാണ്. സിസ്റ്റർ പറഞ്ഞു അച്ഛനടുത്തൊന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് പോരെന്ന് പറഞ്ഞു. പക്ഷേ സിസ്റ്റർ പറഞ്ഞു അച്ഛാ അവനെ എങ്ങനെയൊന്ന് കുമ്പസാരിപ്പിക്കണം, അതിനു വേണ്ടിയിട്ട് സിസ്റ്റർ ഒരുക്കി കൊണ്ടുവന്നു. പക്ഷേ ഇവരോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അതെ, എന്ത് രോഗം ഉണ്ടെങ്കിലും എൻ്റെ അപ്പൻ്റെ കയ്യിൽ കാശുണ്ട്, അപ്പനത് വെച്ച് നോക്കിക്കൊള്ളുന്നു. ക്യാൻസറിൻ്റെ 3rd or 4th സ്റ്റേജായിട്ട് മരിക്കാറായിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഒരു അഹങ്കാര വാക്ക് പറയുന്നത് എൻ്റെ അപ്പൻ്റെ കൈവശം കാശുണ്ടെന്ന്, ആ കാശ് കൊണ്ട് അപ്പൻ നോക്കിക്കൊള്ളുന്നു. വചനം പഠിപ്പിക്കുകയാണ് എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല. ഹല്ലേലൂയ. ഇവിടെ ദൈവം തരുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും നമുക്ക് അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. യൂദാസിനെ അന്ത്യത്താഴ സമയത്ത് പെസഹ നാളിൽ കർത്താവ് വിളിച്ച് സ്നേഹിത ചുംബനം കൊണ്ട് അവനെ വിളിച്ചിട്ട് സ്നേഹിത എന്നൊക്കെ വിളിച്ചിട്ട് പ്രത്യേകിച്ച് കർത്താവ് യൂദാസിൻ്റെ വായിലേക്ക് വിശുദ്ധ കുർബാന, ലോകത്തിൽ ആദ്യത്തെ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് ആദ്യത്തെ വിശുദ്ധ കുർബാന തൻ്റെ ശരീരം ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് ഭൂമിയിൽ കൊടുക്കാമെന്ന് വെച്ച് ഏറ്റവും വലിയ സമ്മാനം യൂദാസിൻ്റെ അധരത്തിലേക്ക് വെച്ചുകൊടുത്ത കർത്താവ് അവന് വേണ്ടി അവസാനത്തെ കരുണയുടെ വാതിൽ തുറക്കുകയായിരുന്നു. പക്ഷേ അവനിലേക്ക് പരിശുദ്ധാത്മാവല്ല വന്നത് എന്ന് വചനം പഠിപ്പിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ സാത്താൻ അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, 23ാമത് ദൈവശബ്ദ കൺവെൻഷൻ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് വചനം സ്വീകരിച്ച് നമ്മൾ പോകുമ്പോൾ മാനസാന്തരപ്പെട്ട് പോകാൻ തയ്യാറായില്ലെങ്കിൽ, തോമസ് ബ്രദർ പറഞ്ഞ പോലെ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് വരാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിൽ കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ഒരുപക്ഷെ യൂദാസിലേക്ക് പ്രവേശിച്ചതുപോലെ ഒരുപക്ഷെ ലോകത്തിൻ്റെ അരൂപി നമ്മളിൽ ആധിപത്യം പുലർത്താൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വിശുദ്ധ ഫൗസ്റ്റിൻ മാനസാന്തരപ്പെടാത്തവർക്ക് സംഭവിക്കുന്ന ചില ദുരന്തങ്ങളെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. വിശുദ്ധ ഫൗസ്റ്റിന ഡയറി ഗ്രൂപ്പിൽ അതിൽ 580ാമത്തെ പാരഗ്രാഫിൽ എൻ്റെ അനുഗ്രഹങ്ങളെയും എൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷ്യങ്ങളെയും എന്നിട്ട് ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുകയാണ് കൂദാശകൾ. കുമ്പസാരത്തിൻ്റെ കൂദാശ, വിശുദ്ധ കുർബാനം, എൻ്റെ അനുഗ്രഹങ്ങളെയും എൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷ്യങ്ങളെയും ചില ആത്മാക്കൾ അവജ്ഞയോടെ കാണുന്നു. കുമ്പസാരവോ? ഹല്ലേലൂയ. വിശുദ്ധ കുർബാന അവജ്ഞയോടെ കാണുന്നു. ഞാൻ വിളിക്കുന്നത് കേൾക്കാൻ അവർ ആഗ്രഹിക്കാത്തതിനാൽ അവർ നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോകുന്നു. കുമ്പസാരിക്കാനുള്ള അവസരം, കുർബാനയിൽ പങ്കെടുക്കാനുള്ള അവസരം, അത് കർത്താവിൻ്റെ വിളിയാണ്. ഒരു ദൈവശബ്ദ കൺവെൻഷൻ പങ്കെടുക്കുന്ന അവസരം ഇത് കർത്താവിൻ്റെ വിളിയാണ്. കർത്താവ് വിശുദ്ധയോട് പറയാണ് ഞാൻ വിളിക്കുന്നത് കേൾക്കാൻ അവർ ആഗ്രഹിക്കാത്തതിനാൽ അവർ നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോകുന്നു. ഈ ആത്മാക്കളുടെ നഷ്ടം എന്നെ മരണകരമായ തീവ്ര വേദനയിൽ ആഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് ദുഃഖത്തോടെ പറയാണ് ഞാൻ ദൈവമായിരുന്നിട്ടും ഇങ്ങനെയുള്ള ആത്മാക്കളെ എനിക്ക് രക്ഷിക്കാൻ സാധിക്കുകയില്ല. കാരണം അവർ എന്നെ അവരുടെ ഉള്ളിൽ വെറുക്കുന്നു. നന്മയും തിന്മയും കർത്താവ് മുമ്പിൽ വെച്ചിരിക്കുക, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. വിശുദ്ധ അഗസ്റ്റിൻ വെളിപാടിലെ പുസ്തകം വ്യാഖ്യാനിച്ചിട്ട് ഇതാ ഞാൻ നിന്റെ ഹൃദയവാതിലെ മുട്ടുന്നു, വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും എന്നതിനെക്കുറിച്ച് പണ്ഡിതനായ വേദപാരകനായ വിശുദ്ധ അഗസ്റ്റിൻ ഒരു വ്യാഖ്യാനം നൽകുന്നുണ്ട്. വാതിൽക്ക് മുട്ടി കടന്നു പോകുന്ന ഒരു കർത്താവിനെ നമ്മൾ ഭയപ്പെടണം. എത്ര ദിവസം നിനക്ക് വേണ്ടി മുട്ടി കാത്തിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. എന്നാണ് നിന്റെ മുമ്പിൽ അവസാനത്തെ അവസരം വരുന്നത് കർത്താവ് പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കർത്താവ് പറഞ്ഞു അവരുടെ സ്വതന്ത്ര മനസ്സാൽ അവർ എന്നെ സ്നേഹിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം. ഇതാണ് ദൈവം മനുഷ്യനെന്ന സ്വാതന്ത്ര്യം. സ്വതന്ത്ര മനസ്സാൽ അവർക്ക് എന്നെ സ്നേഹിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം. എൻ്റെ കാരുണ്യത്തിൻ്റെ വക്താവായ നീ ലോകം മുഴുവനോടും എൻ്റെ നന്മയെക്കുറിച്ച് പറയണം. അങ്ങനെ എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വിശുദ്ധ പൗലോസിനോട് 635ാമത്തെ പാരഗ്രാഫിൽ ഈശോ ഇങ്ങനെ പഠിപ്പിച്ചു
ഇപ്പോൾ നീ കർത്താവിൻ്റെ ഉന്നതമായ കരുണയെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞ് അവിടുത്തെ രണ്ടാമത്തെ വരവിനായി ലോകത്തെ ഒരുക്കണം. അന്ന് അവൻ വരുന്നത് കരുണാസമ്പന്നനായ രക്ഷകനായിട്ടല്ല, നീതിമാനായ വിധിയാളനായിട്ടായിരിക്കും. കരുണയുടെ വാതിൽ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനി വരുന്ന കർത്താവ് നീതിയുടെ വിധിയാളനായിട്ടായിരിക്കും വരുന്നത് എന്ന് വിശുദ്ധിയോട് കർത്താവ് പഠിപ്പിച്ചു. ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അതിൽ 678 പാരഗ്രാഫിൽ വിശ്വാസ പ്രമാണത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിൽ അവിടെ സഭ പഠിപ്പിക്കുന്നു, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരും എന്നതിനെക്കുറിച്ച് പ്രവാചകന്മാരെയും സ്നാപയോഹനാനെയും പിന്തുടർന്ന് ഈശോ തൻ്റെ പ്രഘോഷണത്തിൽ അന്തിമ ദിവസത്തിലെ വിധിയെപ്പറ്റി അറിയിച്ചു. അപ്പോൾ ഓരോരുത്തൻ്റെയും ജീവിത വ്യാപാരങ്ങളും ഹൃദയ രഹസ്യങ്ങളും വെളിച്ചത്ത് വരും. ദൈവകൃപയുടെ ദാനത്തെ നിരർത്ഥകമായി കരുതിയ ശിക്ഷാർഹമായ അവിശ്വാസം അപ്പോൾ ശപിച്ച് തള്ളപ്പെടും. ദൈവകൃപയുടെ ദാനത്തെ നിരർത്ഥകമായി കരുതിയ ശിക്ഷാർഹമായ അവിശ്വാസം അപ്പോൾ ശപിച്ച് തള്ളപ്പെടും.